My dearest sisters and brothers, all my UDF colleagues present on the stage, I welcome you to this meeting, and I firstly want to say thank you very much for waiting for me all this time and for being here to listen to me. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരെ, നിങ്ങളോട് എല്ലാവരോടും ഇത്രയും നേരം എന്നെ കാത്തിരുന്നതിലും ഈ യോഗത്തിൽ വന്നതിലും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. Everywhere I have gone in Wayanad, all I have got is love and affection. ഞാൻ വയനാട്ടിൽ എവിടെ പോകുമ്പോഴും എനിക്ക് കിട്ടുന്നത് സ്നേഹവും ഇഷ്ടവും മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. You have really welcomed me into your home like one of your own, like your family, and I am very grateful to you for this. നിങ്ങൾ വയനാട്ടുകാരായ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുടുംബാംഗത്തെ പോലെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതിന് ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയും കടപ്പാടുമുള്ള ആളാണ്. I know that this is because of the relationship that you share with my brother Rahul Gandhi ji. എനിക്കറിയാം നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, സ്വാഗതം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധിജിയോട് നിങ്ങൾക്കുള്ള പ്രത്യേക ബന്ധത്തിന്റെ ഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. It is you who stood by him at his most difficult time. എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നത് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങളാണ്. A massive campaign was launched against him, and for the last 10 years the BJP put all sorts of resources in trying to create a picture of him which was incorrect. രാഹുൽ ഗാന്ധിയെ പറ്റി തെറ്റായ ഒരു ചിത്രം, തെറ്റായ ഒരു പ്രതിച്ഛായ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷങ്ങളായി BJP ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രചരണം അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. No matter what they said, no matter what they did to him, they removed his membership from parliament, they took away his home, and they abused him in public day in and day out, but he did not back down. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ യോഗ്യത എടുത്തു കളഞ്ഞു, അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, അദ്ദേഹത്തിനെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, അദ്ദേഹത്തെ അവഹേളിച്ചു, അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷെ ഇതൊക്കെ നടന്നിട്ടും അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയില്ല. He fought for the truth like a true warrior. ശരിക്കും ഒരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ അദ്ദേഹം സത്യത്തിന് വേണ്ടി പൊരുതി. Sometimes as his sister I used to think, where does he get this strength from? അദ്ദേഹത്തിന്റെ സഹോദരി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൊരുതാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. How is he going to walk thousands of kilometers from one side of India to the other side in the name of unity and peace? ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. Sometimes I used to fear for his safety. അദ്ദേഹത്തിന്റെ സുരക്ഷയെ പറ്റി എനിക്ക് ചില സമയത്ത് ഭയമുണ്ടായിരുന്നു. And I am deeply, deeply proud of my brother for the way that he has fought for you and he has fought for the truth. എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി എൻ്റെ സഹോദരൻ എങ്ങനെയാണ് പൊരുതിയതെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്, ആഴത്തിലുള്ള അഭിമാനമുണ്ട്. But I want to tell each one of you that I am also deeply, deeply proud of you. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ആഴത്തിൽ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. Because it is from you that he got his strength to fight. കാരണം നിങ്ങളിൽ നിന്നാണ്, നിങ്ങൾ ഓരോരുത്തരിൽ നിന്നാണ് പോരാടാനുള്ള ശക്തി, ധൈര്യം എൻ്റെ സഹോദരന് കിട്ടിയത്. It is from you that he gets his courage day in and day out, every single day of his fight. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിലെ ഓരോ ദിവസവും, രാത്രിയും പകലും, ഓരോ നിമിഷവും പോരാടാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണ്. You gave him your support when the whole world had turned its back on him. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ പിന്തുണ നൽകി. He is deeply grateful to you, and my whole family is grateful to you for the way in which you supported him and the strength that you gave him. എൻ്റെ സഹോദരന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക്, നിങ്ങൾ അദ്ദേഹത്തിന് എത്രമാത്രം കരുത്ത് നൽകി എന്നതിൽ അദ്ദേഹം നിങ്ങളോട് ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം മുഴുവൻ വയനാട്ടുകാരോട് അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. That you know that this is not his battle alone.
കാരണം പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഈ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹം തനിയെ നടത്തേണ്ട ഒരു പോരാട്ടമല്ല. It is our battle, all of us standing here on this stage, and it is your battle, all of you standing here listening. ഇത് നമ്മളുടെയും കൂടെ യുദ്ധമാണ്. ഈ വേദിയിൽ നിൽക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പോരാട്ടമാണ്. അതുമാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Because our country was not founded on this kind of politics that we see today. കാരണം ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന ഒരു തരം രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. Ours was the only country in the world that gained freedom from a non-violent movement without shedding any blood. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അഹിംസാത്മകമായ മാർഗത്തിലൂടെ, അഹിംസയിലൂടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ലോകത്തിലെ ഒരേ ഒരു രാജ്യം. I don't think there is any other country in the world in which there are so many religions, so many languages, so many different cultures, and everybody lived in harmony and moved in harmony. ഇത്രമാത്രം മതങ്ങളുള്ള, ഇത്രമാത്രം ഭാഷകളുള്ള, ഇത്രമാത്രം വിവിധ സംസ്കാരങ്ങളുള്ള മറ്റൊരു രാജ്യം ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇത്ര വൈവിധ്യമുള്ള മതങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഒരുമിച്ച് ഐക്യത്തോടുകൂടി, പൊരുത്തത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു രാജ്യം മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Our constitution was built, it emanated from a politics which placed the public in the highest respect. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന അനുകരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഏറ്റവും ഉയർന്ന തലത്തിൽ വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ ഭരണഘടന അനുകരിക്കുന്നതും പിന്തുടരുന്നതും. That is what democracy means. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, ജനങ്ങളെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുക. It means that everyone standing on this stage should be aware that you are the ones who put us on this stage. ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഈ വേദിയിൽ ഞങ്ങളെ നിർത്തുന്നത് ഇവിടെ നിൽക്കുന്ന ജനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതാണ് ജനാധിപത്യം. It means that each and every one of you are more important than we are. അതിന്റെ അർത്ഥം, ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന ഞങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുന്നതാണ് ജനാധിപത്യം. It means that we are here to serve you. അതിന്റെ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും സേവിക്കാനാണ് എന്നതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം. Yet today in our country the ruling BJP party is playing a completely different kind of politics. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ്. They have forgotten the essence of our nation. ഈ രാജ്യത്തിന്റെ സത്ത എന്താണ്, കാതൽ എന്താണ് എന്ന് BJP മറന്നുപോയിരിക്കുന്നു. They are working to destroy democracy. അവർ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. To spread anger and spread hatred and spread divisiveness. ജനങ്ങളുടെ ഇടയിൽ ദേഷ്യവും വിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Their policies are designed to help 5 or 6 big business houses. ഈ രാജ്യത്തിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് 5 or 6 വലിയ വ്യവസായികളെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും വേണ്ടി രൂപപ്പെടുത്തുന്നതാണ്. While the needs and pressing issues of the common people are ignored and set aside. അതേസമയം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുള്ള വളരെയധികം ആവശ്യമായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. Their sole objective is to remain in power no matter what the means are. ഇവിടെ എന്തൊക്കെ ഏത് രീതിയിലും എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും BJPയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. And over the last 10 years we have seen this politics play out again and again and again and again. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് ഇതേ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം വീണ്ടും വീണ്ടും നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. You have seen it here in Wayanad just recently. 2-3 months ago when there was the tragedy and there was a massive landslide which caused immense devastation, which caused pain and suffering, where families were lost, livelihoods were lost, houses were washed away. നിങ്ങൾ ഇതേ രാഷ്ട്രീയം ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. ജനങ്ങൾക്ക് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത അതീവ നാശമുണ്ടായി. പലരുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾ രാഷ്ട്രീയം കാണുകയുണ്ടായി, രാഷ്ട്രീയം കളിക്കുന്നത് കാണുകയുണ്ടായി.
You saw the ugliest face of this kind of politics. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വികൃതമായ ഒരു മുഖം നിങ്ങൾ അവിടെ കാണുകയുണ്ടായി. Where the compensation that is due to the victims of the disaster still has not come from the center. ഇവിടുത്തെ ദുരന്തത്തെ, ഈ വലിയ പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള സാമ്പത്തിക സഹായം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇവിടെ എത്തിയിട്ടില്ല. We saw the same thing in Himachal Pradesh. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഹിമാചൽ പ്രദേശിലും കണ്ടത്. Due to petty politics, a massive disaster happened, but it was not declared a national disaster. വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ ഒരു വലിയ ദുരന്തം നടന്നു, പക്ഷെ അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല. And compensation was not sent. അവിടെയും നഷ്ടപരിഹാരം നൽകിയില്ല. So the result of this kind of politics, which works only to keep those who are in power for longer, is that the public is ignored. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അധികാരത്തിലിരിക്കുന്നവരെ വീണ്ടും അധികാരത്തിൽ തന്നെ തുടരാൻ അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അനന്തരഫലം എന്താണെന്ന് അറിയാവോ? സാധാരണ ജനങ്ങളെ അവഗണിക്കുക എന്നതാണ് ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. And that's why it is at times like this that it is most important for your voice to be heard. അതുകൊണ്ട് ഇത്തരം കാലഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നത്. നിങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ. Over here you have so many pressing issues. എനിക്കറിയാം, വയനാട്ടിൽ നിങ്ങൾക്ക് വളരെയധികം അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ട്. So many young people who are well educated, who are extremely talented. I know that this is the hub of soccer here, and that you have such talented young boys who are good soccer players. You need opportunities for employment, opportunities to strengthen your skills, your talents, sports facilities to encourage them to go forward. You need all the support that you can get to make a stronger future for the next generation. നിങ്ങൾ ഇവിടെ ധാരാളം കഴിവുള്ള പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. വളരെയധികം കഴിവുള്ളവരുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഫുട്ബോൾ വളരെയധികം ഇഷ്ടമാണ്. ഇവിടെ ആൺകുട്ടികൾ വളരെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. അവർക്ക് കളിച്ച് മുൻപോട്ട് പോകാൻ, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാൻ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളും സൗകര്യങ്ങളും ഇനി ആവശ്യമുണ്ട്. So there are big issues here in Wayanad that need resolution, which my brother has explained to me, and that we need to work together to resolve. വയനാട്ടില് നിങ്ങൾക്ക് പരിഹാരം ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എൻ്റെ സഹോദരൻ എന്തൊക്കെയാണെന്ന് എന്നോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. At the same time, each area has its own very specific issues as well. നിങ്ങൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ഓരോ പ്രദേശത്തും അതിൻ്റെതായ പ്രത്യേകതരം പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം. I am slowly learning about them. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പതുക്കെ പഠിച്ചു വരികയാണ്. I would like to come to you, to your houses, to meet you, talk to you, to understand from you what is most important to you. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ ഒക്കെ വീടുകളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to reach out to as many of you as I possibly can. എനിക്ക് കഴിയുന്നത്ര ജനങ്ങളോട് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And if you choose me to be your MP, it will truly be the greatest honor for me to represent you. അത് മാത്രമല്ല, നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാരായ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. To me, all of you represent what is the most beautiful part of our country. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. Not only do you have the good fortune of having so much natural beauty around you, but you have inner beauty as well. All throughout our history, you have fought for what is right. Your people have fought against the British at a time when others did not have courage to. നിങ്ങൾക്ക് മനോഹരമായി, നിങ്ങൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായ ഒരു സൗന്ദര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ എല്ലാവരും ഭയന്ന് നിന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ജനങ്ങളാണ് നിങ്ങൾ. You have shown the whole country how to live in harmony and peace no matter what religion you belong to. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും എങ്ങനെയാണ് ഐക്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ടതെന്ന് ഈ രാജ്യത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ. You stand for the essence of India. ഇന്ത്യയുടെ സത്തയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ കാതലിന് വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ.
My brother often says in Hindi that nafrat ki bazaar mein maine mohabbat ki dukaan kholi hai. എന്റെ സഹോദരൻ ഹിന്ദിയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, വിദ്വേഷത്തിന്റെ പീടികയിൽ ഞാൻ സ്നേഹത്തിന്റെ ഒരു കട തുറക്കുന്നു എന്ന് എന്റെ സഹോദരൻ പറയാറുണ്ട്. And this is where he opened it first. This is where he began. എന്റെ സഹോദരൻ ഈ വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ പീടിക തുറന്നത് ഇവിടെയാണ്. ആദ്യമായിട്ട് അത് തുറന്നത് ഈ നാട്ടിലാണ്, വയനാട്ടിലാണ്. Each one of you represents that love that ties us together as a nation and as a people. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ ഒരു ദേശം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ആ സ്നേഹത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. It is that love with which you wait for me on the street. It is the same love. You have never seen me before, but you treat me like your own child, like your sister, like your daughter. What greater honor can there be for anyone? ആ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത്, ഈ വഴിയരികിൽ. നിങ്ങൾ എന്നെ നേരത്തെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ ആദ്യം കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം കുട്ടീനെ പോലെ, നിങ്ങളുടെ വീട്ടിലെ ആളെ പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണ്. അതിൽ പരം വലിയൊരു ആദരവ് എന്താണ് എനിക്ക് വേണ്ടിയത്? What greater gift can I get that then when you see me you smile and I make you feel happy? നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണ്. നിങ്ങളുടെ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. അതിലും വലിയൊരു സമ്മാനം നിങ്ങൾ എന്താ നിങ്ങൾക്ക് തരാൻ പറ്റുക? I have the deepest respect for you. എനിക്ക് ആഴത്തിലുള്ള ബഹുമാനം നിങ്ങളോടുണ്ട്. People talk about 75,000 votes, 1 lakh votes. Each vote, each person, not vote, each person to me is a symbol of your trust in me, your love for me, my responsibility towards you, and my duty towards you. And my duty towards you, I can assure you, will always be above my duty towards anything or anyone else. ആൾക്കാർ 75,000 വോട്ടുകളെ കുറിച്ച് പറയുന്നു, 1,00,000 വോട്ടുകളെ കുറിച്ച് പറയുന്നു. പക്ഷേ എനിക്ക് വോട്ടല്ല, നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, മറ്റെല്ലാറ്റിലും ഉപരി എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വം, എനിക്ക് നിങ്ങളോടുള്ള കടമ എന്നുള്ളത് എനിക്ക് ഇനി മറ്റെല്ലാറ്റിലും മുകളിലായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. So I thank you for giving me this opportunity of becoming the UDF candidate in this election, and I hope that you will support me and I will show you that you will not be disappointed. നിങ്ങൾ എന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ അവസരത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്ക് ഉറപ്പ് ഉണ്ട്, നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകും. എനിക്ക് അതുകൂടി ഉറപ്പുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. Thank you very much for listening to me and for standing here in this heat today. I'll come back and see you again after the election. My dear sisters and brothers, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, I have been here for 2 days. And I can tell you without any hesitation, I have never got so much love as I have got in these 2 days. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് 2 ദിവസങ്ങളാവുന്നു. എനിക്ക് ഒരു മടിയുമില്ലാതെ നിങ്ങളോട് പറയാൻ സാധിക്കും, ഈ 2 ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ അത്രയും സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളോട് പറയാൻ സാധിക്കും. I feel that this is a reflection of how much you love my brother. ഞാൻ കരുതുന്നത് ഇത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ സഹോദരനെ എത്രമാത്രം സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് ഞാൻ കരുതുന്നു. And also a reflection of how much you believe in what he stands for. എൻ്റെ സഹോദരൻ എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവോ അതിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. Long before anybody else recognized the truth about my brother, you did. ഈ ലോകത്തെ എൻ്റെ സഹോദരനെ കുറിച്ചുള്ള സത്യം മറ്റാരും മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചറിഞ്ഞു. There was such a massive campaign to tarnish his reputation and to tell lies about him that many people believed it. I think an ambulance is passing. Just make place. Please make place. वही हमारी कुड़कड़े ambulance. Move that car. Okay.
Thank you. എന്റെ സഹോദരനെ കുറിച്ച് ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രചരണം തന്നെ നടക്കുകയുണ്ടായി. So I was saying that there was a very big campaign. ഞാൻ പറയുകയായിരുന്നു, അത് ശരിക്കും പറഞ്ഞ വലിയൊരു പ്രചരണമായിരുന്നു. BJP put a lot of resources, a lot of money into it. അങ്ങനെ ഒരു പ്രചരണം, എന്റെ സഹോദരനെതിരെ പ്രചരണം നടത്തുന്നതിന് വേണ്ടി BJP ഒരുപാട് വിഭവങ്ങളും ഒരുപാട് പൈസയും ചെലവഴിച്ചു. And they spread a lot of lies about my brother. എന്റെ സഹോദരനെ പറ്റി അവർ ഒരുപാട് നുണകൾ പറഞ്ഞു പരത്തി. But at that very time, when many people were believing those lies, you chose to believe in him. ആ സമയത്ത് BJP അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ നുണപ്രചരണം പലരും വിശ്വസിച്ചപ്പോൾ നിങ്ങൾ അതിലുപരിയായി എന്റെ സഹോദരനിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായി. You stood by him and you gave him the courage and the strength to keep standing for what he believed in and to keep fighting for the truth. നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹം നൽകി, അദ്ദേഹം എന്തിൽ വിശ്വസിച്ചു അതിനുവേണ്ടി പോരാടാനുള്ള ധൈര്യവും കരുത്തും നിങ്ങൾ അദ്ദേഹത്തിന് നൽകി. He walked for 4,000 kilometers across India from Kanyakumari to Kashmir, and in every step that he walked there was your step along with his. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ അദ്ദേഹം നടന്നു. അദ്ദേഹം വെച്ച ഓരോ ചുവടിലും അദ്ദേഹത്തിനൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുവടുകൾ ഉണ്ടായിരുന്നു. Since the beginning of mankind, whoever has fought against forces of evil, whoever has fought for the truth, has fought a very difficult battle. നിങ്ങൾക്കറിയാം, മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ ആരാണോ സത്യത്തിന് വേണ്ടി പോരാടിയത്, ആരാണോ വലിയ വലിയ ശക്തികൾക്കെതിരെ പോരാടിയത്, അവർ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. I am proud and deeply honored to be the UDF candidate from Wayanad today. ഇന്ന് വയനാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് വളരെയധികം വലിയ ആദരമായി ഞാൻ അതിനെ കണക്കാക്കുന്നു. Because right from the beginning of our history as a nation, you, the people of Wayanad, have fought for what is right. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചില ജനങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി പോരാടിയിട്ടുള്ളവരാണ്. You stood up against the British. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു. And even today you stand up against those who are trying to destroy our democracy. നമ്മൾ ഇന്നും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ നിങ്ങൾ ഇന്നും ധൈര്യത്തോടു കൂടി നിൽക്കുകയാണ്. You shine as a beacon for the whole of the country to see. ഈ രാജ്യത്തിന് മുഴുവൻ പ്രകാശഗോപുരമായി, ഒരു ദീപസ്തംഭമായി ഈ നാട്ടിലെ ജനങ്ങൾ തിളങ്ങുകയാണ്. You are Hindus, Muslims, Christians, all living together peacefully, all progressing together. ഇവിടെ നിങ്ങൾ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും സമാധാനത്തോടു കൂടി, എല്ലാവരും സമൃദ്ധിയോടുകൂടി ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ജനങ്ങളാണ് നിങ്ങൾ. And that is what India truly stands for. യഥാർത്ഥത്തിൽ അതാണ് ഇന്ത്യ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അതാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ്. The teachings of the Gita, the teachings of the Holy Quran, the teachings of the Bible, they were the basis of our freedom fight. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ, വിശുദ്ധ ഖുർആന്റെ, ബൈബിളിലെ പഠനങ്ങളും ആശയങ്ങളുമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറ നൽകിയത്. Mahatma Gandhi embodied them. ഈ മൂല്യങ്ങളുടെ രൂപവൽക്കരിച്ചത്, അതിനെ ഉൾക്കൊണ്ടത് മഹാത്മാഗാന്ധിയാണ്. And we became probably one of the first nations in the world to have a revolution which was completely non-violent. നമ്മൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് എവിടെ പൂർണ്ണമായിട്ടും അഹിംസയിൽ ഊന്നിയ ഒരു വിപ്ലവം നടന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. And that remains the true essence of our nationhood. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ, ദേശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സാരാംശം എന്ന് പറയുന്നത്, കാതൽ എന്ന് പറയുന്നത് അഹിംസയിൽ ഊന്നിയ ആ വിപ്ലവമാണ്. And yet all across India for the last 10 years we have seen a new kind of politics. പക്ഷേ ഈ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളായി രാജ്യം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ്. A politics that thrives on and succeeds to divide people. ഒരു രാഷ്ട്രീയം ജനങ്ങളെ വിഭജിച്ച് അതിൽ വളരുന്ന, വിജയിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. A politics that teaches you to be afraid of your brothers and sisters, to hate them, to be angry at them,
നമ്മളുടെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഭയപ്പെടാനുള്ള, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വെറുക്കാനുള്ള, അവരോട് ദേഷ്യം കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. A politics that works only for a handful of rich business people, the friends of the Prime Minister, and everything, all his policies, everything that he does is designed only to benefit them. പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ 5 or 6 വ്യവസായികളെ സഹായിക്കാനുള്ള ഒരു രാഷ്ട്രീയം, ഈ രാജ്യത്തിലെ എല്ലാ നയങ്ങളും തീരുമാനങ്ങളും അവരെ സഹായിക്കാനുള്ള രീതിയിൽ മാത്രം നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. So on one side, they create rifts between people, they divide people. On the other side, they make policies that benefit only the businessmen who support them and provide them with funds. ഒരു വശത്ത് അവർ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, ജനങ്ങളെ വിഭജിക്കുന്നു. മറുവശത്ത് അവരെന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും, ഈ രാജ്യത്തെ മുഴുവൻ ഉപയോഗങ്ങളും, ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഉപയോഗങ്ങൾ കുറച്ച് ബിസിനസ്സുകാർക്ക് All the contracts for roads are given to them. റോഡുകൾ നിർമ്മിക്കാനുള്ള എല്ലാ കരാറുകളും അവർക്കാണ് നൽകുന്നത്. The subsidiaries of the PSUs that used to provide jobs for you, those have been handed to them. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് അവിടെ ജോലി ലഭിച്ചിരുന്നു, ആ സ്ഥാപനങ്ങളും ഈ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് നൽകുകയാണ്. So what rightfully belongs to you is being taken away from you. നിങ്ങൾക്ക് ന്യായമായി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ടതെല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. And at the same time, divisiveness is being spread. അതേ സമയം തന്നെ രാജ്യത്ത് വിഭാഗീയത പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. And let me tell you, I have watched politics for all my life. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ രാഷ്ട്രീയം നിരീക്ഷിച്ചു വന്ന ഒരാളാണ്. This kind of hatred that the BJP tries to spread amongst brothers and sisters, this kind of anger, this kind of fear, it never benefits the common man. ഞാനൊരു കാര്യം പറയട്ടെ, BJP രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗീയത, ദ്വേഷം, വിദ്വേഷം, ഭയം, ഇതൊരിക്കലും സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന ഒന്നല്ല. It only benefits those who are in power because of they are spreading these kind of policies. ഇങ്ങനത്തെ നയങ്ങൾ ഇവർ BJP ഗവൺമെന്റ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഇത് സഹായിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകളെ മാത്രമാണ്, സാധാരണക്കാരെ അല്ല. Harm only comes to the public and the people. ഇതിന്റെ ഫലമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപദ്രവം മാത്രമാണ് ഉണ്ടാകുന്നത്. At times of elections, at times when new governments are to be elected, real issues are not discussed. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പുതിയ ഗവൺമെന്റുകളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നതേയില്ല. Emotional issues are created to spread more hatred and anger. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വിദ്വേഷവും ദ്വേഷവും ദേഷ്യവും പരത്തുന്നതിന് വേണ്ടി വൈകാരികമായ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കുന്നത്. So that the politics of the BJP can benefit from it. അതുകൊണ്ട് രാജ്യത്ത് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി BJPയുടെ രാഷ്ട്രീയത്തിന് അതിൽ നിന്ന് ഉപയോഗം ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരം ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. So what about the real issues? അപ്പൊ എന്താണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? What about all the young people here, educated girls and boys who cannot find jobs? ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ പെൺകുട്ടികളും ആൺകുട്ടികളും ജോലി ലഭ്യമല്ലാത്ത, ജോലി കിട്ടാത്ത, അവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? What about all these small businesses, all these shops I see over here? ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കടകള്, ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, കടകൾ, അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? Who are crumbling under the weight of policies like demonetization, GST. നോട്ട് നിരോധനം, ചരക്ക് സേവന നികുതി തുടങ്ങിയ തീരുമാനങ്ങളിലൂടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ചെറിയ ചെറിയ കച്ചവടക്കാരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? Who never got any support during the entire time of COVID. കോവിഡിന്റെ സമയത്ത് യാതൊരു പിന്തുണയും കിട്ടാത്ത ഇവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? While governments around the world were trying to support small businesses to keep them going during that difficult period. ആ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ ചെറിയ ചെറിയ കച്ചവടക്കാരെയും വ്യാപാര സ്ഥാപനങ്ങളെയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ, പിന്തുണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? Instead of doing that, our Prime Minister was telling you to bang on thalis to make COVID go away. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി അന്നേരം നിങ്ങളോട് കൈകൊട്ടാൻ, another ambulance is coming, മറ്റൊരു ആംബുലൻസ് വരുന്നു, നിങ്ങൾ വഴിമാറി കൊടുക്കണം.
So what happens to these real issues? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി കോവിഡ് സമയത്ത് ചെറിയ കച്ചവടക്കാരെ സംരക്ഷിക്കുന്നവരെ നിങ്ങളോട് കൈകൊട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇത് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? Here in Wayanad, you're primarily an agricultural community. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാർഷിക സമൂഹമാണ്. Instead of helping you, instead of giving a push to agriculture, you find that the public discussion is about things that have nothing to do with it. പക്ഷെ കൃഷിയെ സഹായിക്കുന്നതിനപ്പുറം, കൃഷിക്ക് പിന്തുണ നൽകുന്നതിന് പകരം നിങ്ങൾക്ക് കാണാം ഇവിടെ ചർച്ചകൾ നടത്തുന്നത് നിങ്ങൾ ബാധിക്കാത്ത പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. And in the north of India, when lakhs of farmers come protesting up to Delhi, the Prime Minister doesn't even have 2 minutes time to listen to their problems. അത് മാത്രമല്ല, രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് ലക്ഷക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി വന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് അവരോട് സംസാരിക്കാൻ 2 മിനിറ്റ് പോലും ഇല്ലായിരുന്നു. They come during elections, they promise you MSP on your crops over here, even on rubber, but you don't see that. നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ കാണും അവർ വന്നിട്ട് നിങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകുമെന്ന് പറയും, റബ്ബറിന് താങ്ങുവില നൽകുമെന്ന് പറയും, പക്ഷെ പിന്നെ അതൊന്നും നടക്കുന്നതായി നിങ്ങൾ കാണുന്നില്ല. So the question before our country today is, how long are we going to allow this kind of politics to rule over us? ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്, എത്ര കാലം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തെ നമ്മളെ ഭരിക്കാൻ നമ്മൾ സമ്മതിക്കുമെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം. Until slowly we lose all our rights. നമ്മള് പതുക്കെ നമ്മുടെ ഓരോ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Until democracy is completely weakened. ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കണോ? And your voice, the voice of the people of India, is silenced. ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ശബ്ദം, ഈ രാജ്യത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദത്തെ മുഴുവൻ നിശബ്ദമാക്കുന്നതാണ്. Or are we going to fight for a politics of truth? അതാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ നമ്മൾ ഒരു സത്യത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ പോരാടാൻ പോവുകയാണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. Where each and every person that you elect understands what it means to represent you truly. അവിടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഓരോ പ്രതിനിധിയും കൃത്യമായി മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്? Where those who are in power understand that it is not power that belongs to them, it belongs to the people. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത്തരം ഒരു രാഷ്ട്രീയമാണോ വേണ്ടത്? അവരുടെ അധികാരത്തിലിരിക്കുന്നവർ മനസ്സിലാക്കുന്നു, ഈ ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ളതല്ല, മറിച്ച് ജനങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്? So I am saying all this to you today, and I know this is a by-election, so it's at the moment unique to Wayanad that you are having another election now. But I am saying all this to you because it is very important for your voice to be heard today. ഞാനിന്ന് എന്തിനാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്? ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനാണ് പറയുന്നത്? കാരണം ഈ സമയത്ത് നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. Each and every one of you represent our country. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. Each and every one of you represent the truth that we must all fight for. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ഏത് സത്യത്തിന് വേണ്ടിയാണോ പോരാടുന്നത്, ആ സത്യത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. If you give me the opportunity, I would like to raise your voice in Parliament and on every other platform possible. നിങ്ങൾ എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ലഭ്യമായ എല്ലാ വേദികളിലും എനിക്ക് ഉയർത്തണം. I will stand side by side with you for every battle that you want to fight. നിങ്ങൾ പോരാടുന്ന, നിങ്ങൾ ഓരോ യുദ്ധം നിങ്ങൾ പോരാടുമ്പോഴും നിങ്ങളുടെ ഓരോ പോരാട്ടത്തിലും നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നതായിരിക്കും. Right from the need for more jobs, to the need for better access to health and education, to the need for better infrastructure, to the need for better sports facilities for all these young boys who are training every day to be sportsmen. അത് മാത്രമല്ല, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ, അതുപോലെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ. അതുമാത്രമല്ല, ഇവിടെ നമ്മുടെ കായിക മേഖലയിൽ ഏർപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മെച്ചപ്പെട്ട കായിക സൗകര്യങ്ങൾ, ഇതിനെല്ലാം വേണ്ടി നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടാൻ ഞാൻ ഉണ്ടാവും. Right from your everyday needs to the greatest need of this nation today, to restore a full and proper democracy where your voice is loudest, where the public rules,
and where power is not taken for granted by those who rule അത് us. മാത്രമല്ല നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ മുതൽ ഈ രാജ്യത്ത് പൂർണ്ണമായി ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം മുഴുവൻ ഏറ്റവും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നത് വരെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. In these 2 days that I have been in Wayanad, I have seen a fragment of how much you love my family and me. ഈ 2 ദിവസം വയനാട്ടിലുണ്ടായിരുന്ന ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എത്രമാത്രം സ്നേഹിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ അംശം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. And that fragment has been enough to overwhelm me. ആ ചെറിയ അംശം, നിങ്ങളുടെ സ്നേഹത്തിന്റെ, വലിയ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഭാഗം തന്നെ അത്യധികമായി എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. Everywhere I go, you are waiting for me, hugging me, kissing me like your own daughter, your own sister. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുകയാണ്, നിങ്ങൾ സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ, സ്വന്തം സഹോദരിയെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് ഉമ്മകൾ തരികയാണ്. There is no greater honor for me than to be standing here and seeking an opportunity to represent you in parliament. നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഇതുപോലെ ഇതിലും മികച്ച ഒരു ആദരം എനിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. And from my heart I want to thank you for giving me this opportunity, and I want to thank you for all the love you have given me. എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ എനിക്ക് നൽകിയ അവസരത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I will not disappoint you and I will not let you down. That is നിങ്ങളെ my promise to you. നിങ്ങളോട് എനിക്ക് നൽകാനുള്ള വാഗ്ദാനം ഇതാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. Thank you for being here and for waiting for me. I know it's very hot and you must be having many other things to do today. I'll see you again soon. നിങ്ങൾ ഈ ചൂടത്ത്, എനിക്കറിയാം വലിയ ചൂടത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നു എന്നെ കാത്തു നിന്നു, അതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങളെ വളരെ വേഗം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നന്ദി. My dearest sisters and brothers, എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, thank you very very much for waiting for me and for being here to listen to me today. എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും അതുപോലെ എന്നെ കേൾക്കാനായി നിങ്ങൾ ഇവിടെ വന്നു ചേർന്നതിനും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. And more than anything else, thank you for the immense love that you have shown me in the last 2 days that I have been campaigning here. എല്ലാറ്റിനും ഉപരിയായി ഞാൻ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I know how much you love Rahul. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് രാഹുലിനെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I always knew how much he loves you. കാരണം എനിക്ക് നേരത്തെ അറിയായിരുന്നു, എപ്പോഴും അറിയായിരുന്നു രാഹുലിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. But in the last 2 days I have really felt your love and I have understood how deep this bond is between you and him. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്നും കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. And I want to say what a great honor it is for me that I am standing as the candidate, the UDF candidate in this election, and that I am in some way benefiting from this great love that you share with my brother. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിൽ അപ്പുറം വലിയൊരു ആദരവ് എന്താണ് എനിക്ക് വേണ്ടിയതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് അതിന്റെ ഗുണം ഇന്ന് എനിക്ക് കൂടിയാണ് ലഭിക്കുന്നത്. I think in politics it's not often that leaders and the people they represent share this kind of a bond. It's rare. ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നേതാക്കളും അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണെന്നാണ് ഞാൻ കരുതുന്നത്. Most of the time one sees political leaders feel that the public is a tool for them to move forward and to get more and more power. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കാണാറുണ്ട്, പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അധികാരം ലഭിക്കാനും അധികാരത്തിൽ തുടർന്നു കൊണ്ടുപോകാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് പൊതുജനങ്ങളെ പലപ്പോഴും കാണുന്നത്.
but this kind of deep respect for the public that my brother has in his heart, and the respect that you have for him, is truly rare and should really be the basis of all politics. ശരിക്കും എന്റെ സഹോദരന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആഴത്തിലുള്ള ബഹുമാനം, അതുപോലെ നിങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള ആഴത്തിലുള്ള ബഹുമാനം, ഈ പരസ്പര ബഹുമാനമായിരിക്കണം ശരിക്കും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ അടിത്തറയായി നിലനിൽക്കേണ്ടത്. In fact, that is what Mahatma Gandhiji's dream for India was. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് ഈ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നവും അതായിരുന്നു. When he formed his own bond with the people of India and he led the freedom movement, and the people of India stood side by side with him, shoulder to shoulder with him in fighting for the freedom of our country. This is the bond, that the foundation that was laid by him. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുമായ ഒരു ബന്ധമുണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തെ മുൻപോട്ട് നയിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇത്തരത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ രാജ്യത്തിന്റെ അടിത്തറയായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. As one of the greatest leaders of all time, when he spoke, he did not speak for himself, he spoke for each and every Indian. മഹാത്മാഗാന്ധി ഈ ലോകത്തിലെ ഏറ്റവും മഹാത്മാരായ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല സംസാരിച്ചത്, അദ്ദേഹം സംസാരിച്ചത് ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും വേണ്ടിയാണ്. When he fought for justice, when he fought for equality, when he spoke of secularism, he spoke for every single Indian, no matter what religion, what caste, what creed. അദ്ദേഹം സമത്വത്തിന് വേണ്ടി, അദ്ദേഹം തുല്യതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്, ഏത് മതത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിലും പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. It was his dream that those who represent you respect you. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ജനപ്രതിനിധികൾ ഈ രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കണമെന്നത് മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു. That those whom you elect to be your representatives, whether in parliament or whether in the assemblies, are people who come to you, who understand your problems, who come to your homes, discuss with you what the solutions can be, and then make policies to help you and to make you progress. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ജനപ്രതിനിധികളായി പാർലമെന്റിലേക്ക്, നിയമസഭയിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളോട് സംസാരിക്കുന്നവർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവരായിരിക്കണം ജനപ്രതിനിധികൾ എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. And yet today, on this very land on which the Mahatma fought for our freedom, ഇന്ന് ഈ രാജ്യത്ത് എവിടെയാണോ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, and on this very land where the indigenous tribal people of Wayanad fought for our freedom, ഇതേ ഭൂമിയിൽ തദ്ദേശീയരായ ആദിവാസി ജനങ്ങൾ എവിടെയാണോ വയനാട്ടിന്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, as part of India, we see what kind of governance there has been in our country for the last 10 years. അങ്ങനെ ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് എങ്ങനെയുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We have seen the politics of communalism destroy every peaceful, every loving relationship between different religions. നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളായി വർഗീയതയുടെ രാഷ്ട്രീയം, വിവിധ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ, സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാഴ്ച ഈ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. They have tried to sow the seeds of fear, of anger, of hatred, of mistrust between different communities. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയത്തിന്റെ, ദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ വിത്തുകൾ വിതയ്ക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And have you ever thought of why they do this? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നതെന്ന്? Think of a family. Think of 3 brothers in a family. നിങ്ങൾ ഒരു കുടുംബത്തെ പറ്റി ആലോചിക്കുക, ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങളെ പറ്റി ആലോചിക്കുക. And think that they are all working together. Maybe they have a factory or a business,
or a piece of land, and they all work together happily on that land. നിങ്ങൾ ആലോചിക്കുക, അവർക്ക് ഒരുപക്ഷെ ഒരു ഫാക്ടറി ഉണ്ടാകാം, ഒരു ബിസിനസ് ഉണ്ടാകാം, ഒരു വ്യവസായം ഉണ്ടാകാം, കുറച്ച് ഭൂമി ഉണ്ടാകാം. അവർ 3 പേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. They share equally what they earn so that each of their families progresses together. കാരണം അവർ 3 പേരും എന്തൊക്കെ സമ്പാദിക്കുന്നോ അവർ തുല്യമായിട്ട് പങ്കിടുന്നു. കാരണം എല്ലാവരുടെയും കുടുംബങ്ങൾ ഒരുപോലെ പുരോഗതി പ്രാപിക്കുന്നു. And think that someone one day comes and fills their ears about each other and says that you should not trust your brother because he is going to take more than you, or you should not trust your sister. Think what will happen. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ വിശ്വസിക്കരുത്, കാരണം ആ സഹോദരൻ നിങ്ങളെക്കാൾ കൂടുതൽ സഹോദരന് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ സഹോദരിക്ക് ഉണ്ടാകും എന്ന് പരസ്പരം അവരുടെ ഇടയിൽ ഒരാൾ വന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. The strength of that family will be divided. ഇത് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുടുംബത്തിന്റെ ഐക്യം, ആ കുടുംബത്തിന്റെ ശക്തി ഇല്ലാതെ അവർ വിഭജിച്ചു പോകും. They will fight. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടും. And no family, no country can benefit from this kind of a fight. ഇങ്ങനെ പരസ്പരമുള്ള ഒരു പോരാട്ടത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് ഗുണമുണ്ടാവില്ല. അതുപോലെ ഒരു രാജ്യത്തിനും അതിനുള്ളിലെ ആളുകൾ പരസ്പരം പോരാടുമ്പോൾ ഒരിക്കലും ഗുണമുണ്ടാവില്ല. If this were to happen in a family, then the person sowing those seeds of mistrust would be the only one who would benefit from the fight. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ആളുകളുടെ ഇടയിൽ അവിശ്വാസത്തിന്റെ വിത്ത് പാകിയ ആളാണോ ആ ആളിന് മാത്രമായിരിക്കും ഈ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പോരാട്ടത്തിൽ നിന്ന് ഗുണമുണ്ടാവുക. And in the same way, this happens in politics. ഇതേ രീതിയിലാണ് രാഷ്ട്രീയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. When you are told to fight each other, somebody is benefiting. നിങ്ങൾ ഓർക്കുക, നിങ്ങളോട് പരസ്പരം പോരാടാൻ പറയുമ്പോ ആർക്കോ ഇതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. Somebody is using your emotions. നിങ്ങളുടെ വികാരങ്ങള് ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And most of the time, it is the one who is sowing these seeds within you that is benefiting. കൂടുതൽ സമയത്തും നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ വിഭാഗീയതയുടെ വിത്തുകൾ പാകുന്നത് ആരാണോ അവരാണ് ഇതിൽ നിന്ന് ഗുണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. So the result of this kind of politics ruling us at the center for the last 10 years has been that you have been constantly distracted. കാരണം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇത്തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ റിസൾട്ട്, ഈ രാഷ്ട്രീയത്തിന്റെ ഫലമായി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. And while you are distracted, while fear is being sowed in your hearts, somebody else is benefiting. The Prime Minister's big business friends, 5 or 6 of them, are reaping all the benefits of your distraction. നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഭയം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറച്ചു പേർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ആർക്കാണ്? പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ 5 or 6 വലിയ വ്യവസായികൾക്ക് ഇതിന്റെ ഫലം ഗുണമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Without us even realizing, the public even realizing, all the ports, airports, subsidiaries of PSUs, big road projects, you name it, everything has been handed over to his businessmen. നമ്മൾ ആരും തിരിച്ചറിയുന്നതിന് മുമ്പ്, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തെ റോഡുകൾ നിർമ്മിക്കാനുള്ള കരാറുകൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ വലിയ ബിസിനസ്സുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 16 lakh crores of rupees of loans have been written off for them. അവരുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ എഴുതി തള്ളുകയുണ്ടായി. And what about the farmers of our country? What about their loans? നമ്മുടെ രാജ്യത്തെ അവരുടെ 16 ലക്ഷം കോടി വരുന്ന തുക ലോണുകൾ കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരുടെ കടങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? What about the much promised MSP for your rubber crop? നിങ്ങളുടെ റബ്ബറിന് വേണ്ടി അവർ വാഗ്ദാനം ചെയ്ത മിനിമം താങ്ങുവിലയ്ക്ക് എന്താണ് സംഭവിച്ചത്? The government says they don't have money for it. ഗവൺമെന്റ് പറയുന്നു ഇത് ചെയ്യാൻ അവർക്ക് പൈസയില്ല. You educate your children, you work hard, you set up your own businesses, you work in the fields, you do whatever you can so that your children should be educated.
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുന്നു, നിങ്ങൾ കർഷക തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യുകയാണ്. And what do you face? That after educating them, they can't get jobs anywhere. നിങ്ങൾ നേരിടുന്ന അവസ്ഥ പക്ഷെ എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. Because there is no focus on manufacturing. There is no focus on small businesses. All these shops I see in front, the ice store, this one, Diadem Medicals, the bakery, the Fusion World, all these are your small businesses. What has happened in the last 10 years? First you had demonetization, then you got GST, which has confused you and created all sorts of hurdles before you. നിങ്ങൾ കുട്ടികൾക്ക് ജോലി വേണം, പക്ഷെ ജോലിയില്ല. കാരണം നമ്മൾ ഉൽപാദന മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെയുള്ള ഐസ് സ്റ്റോർ ഉണ്ട്, ഗോൾഡ് സിറ്റി ഉണ്ട്, ഇതുപോലെ ധാരാളം കടകളുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളെ തൊഴിലുണ്ടാക്കുന്നതിനെ പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നോട്ട് നിരോധനവും GSTയും ഒക്കെ വന്ന ശേഷം, ചരക്ക് സേവന നികുതിയൊക്കെ വന്ന ശേഷം ഈ ചെറിയ സ്ഥാപനങ്ങളെ, വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഉണ്ടായത്. No policies have been made to strengthen you. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു നയങ്ങളും ഉണ്ടാക്കുന്നില്ല. To strengthen agriculture. കൃഷിയെ, കാർഷിക വൃത്തിയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. Where houses should be given to tribal peoples, their rights on their land should be given to them. Better access to healthcare, better access to education should be given to them. What has happened? Their lands are being snatched away from them in state after state and handed over to the Prime Minister's businessmen friends. നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട വീടുകൾ നൽകണം, അവർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ നൽകണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകണം. പക്ഷെ അതിനു പകരം ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഭൂമി എടുത്തു മാറ്റി പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. A disaster takes place in Wayanad. There is a massive landslide. People lose their livelihood. People lose their entire families. I met little children who had lost every single member of their family. വയനാട്ടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്നു, മണ്ണിടിച്ചിൽ നടന്നു, ഉരുൾപൊട്ടൽ നടന്നു. അവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, കുടുംബങ്ങൾ നഷ്ടപ്പെട്ട അവരെ ഞാൻ കണ്ടു, വീടുകൾ നഷ്ടപ്പെട്ട, ജീവനോപാധി നഷ്ടപ്പെട്ടവരെ കണ്ടു, എല്ലാം നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടു. And the result of the BJP's kind of politics is that the Prime Minister comes here, he meets the victims of that tragedy, but for months he does not release the funds that they need to make their lives better again. നിങ്ങൾക്കറിയോ BJP പ്രവർത്തിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണെന്നറിയോ? ഈ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ അതിജീവിച്ചവരെ കാണാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു, അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിച്ചു. പക്ഷെ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ഇതുവരെ നൽകാൻ അവർ തയ്യാറായിട്ടില്ല. You have a huge issue of man-animal conflict here. ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ, ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്. Something that needs a concerted effort so that a good solution can be found. എല്ലാവരും കൂടെ ചർച്ച ചെയ്യാനുള്ള ഒരു പരിശ്രമം വേണം. ഇതിന് കൃത്യമായ നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം ഇവിടെ വേണം. Instead, suddenly the government announces ESA and puts 13-14 villages into that zone without so much as consulting the people who live on that land. പക്ഷെ അതിനു പകരം എന്താ ചെയ്യുന്നത്? ഭൂമിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളോടൊന്നും ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഒരു ദിവസം പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതി മേഖലകൾ പ്രഖ്യാപിച്ച് നിങ്ങളുടെ ഗ്രാമങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. Suddenly from one day to the next new rules apply to you. ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം പുതിയ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരികയാണ്. And your voice remains unheard. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഇരിക്കുകയാണ്. So my sisters and brothers, if there is a time when your voice needs to be heard loud and clear, the voice of every single Indian needs to echo all across this nation, it is now. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നിങ്ങളുടെ ശബ്ദം ഏറ്റവും വ്യക്തമായും ഏറ്റവും ഉച്ചത്തിലും കേൾക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, രാജ്യം മുഴുവൻ, ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ശബ്ദം പ്രതിധ്വനിക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ ആ സമയം ഇന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. Each one of you represent all that is beautiful about our nation. ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Yes, you also. You also. You're looking at you have a beautiful smile. Yeah. നിങ്ങൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. Why?
Because here in Wayanad you have always stood for what is right. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം വയനാട്ടിലെ ജനങ്ങൾ എല്ലാ കാലത്തും എന്താണോ ശരി അതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ള ജനങ്ങളാണ് നിങ്ങൾ. This has been your history. ഇത് നിങ്ങളുടെ ചരിത്രമാണ്. There is so much natural beauty here, but you have beauty of the spirit. ഇവിടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ധാരാളമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ വരുന്ന നിങ്ങളുടെ ചൈതന്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. Today the whole world is recognizing that my brother is fighting for the truth and he's been fighting alone. ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്, എന്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്, സത്യത്തിന് വേണ്ടി അദ്ദേഹം തനിയെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നു. But you, my sisters and brothers, recognized it the minute you saw his face. പക്ഷേ ലോകം മുഴുവൻ ഇന്നത് തിരിച്ചറിയുമ്പോൾ എന്റെ സഹോദരി സഹോദരന്മായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ മുഖം കണ്ട നിമിഷം അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. You are the light that the whole of India should see. Where Hindus, Muslims, Christians live as brothers and sisters. No fighting, no anger, no hatred. നിങ്ങൾ ഇന്ത്യ മുഴുവൻ കാണേണ്ട പ്രകാശമാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത്. You are the dream that Mahatma Gandhi dreamt. മഹാത്മാഗാന്ധി കണ്ട സ്വപ്നമാണ് നിങ്ങൾ, ഇവിടെയുള്ള വയനാട്ടിലെ ജനങ്ങൾ. And here, standing here on this stage in front of you, I can tell you from my heart, there is no greater honor for me than to be given the chance to represent you in Parliament. ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നതിലുപരി അതിലും വലിയ ഒരു ആദരവ് എനിക്ക് കിട്ടാനില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. Plus, I have been a housewife now for 30 years, more than 30 years. So I have a really loud voice. My husband will tell you. ഞാൻ 35 വർഷമായി വീടൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ശബ്ദമുള്ള ഉയർച്ചയുള്ള ഒരു ശബ്ദമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അത് നിങ്ങളോട് പറയും. And when I fight, sisters, I really fight. ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോഴല്ല എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ നല്ല ഫൈറ്റ് ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ നല്ല ശക്തമായിട്ട് പോരാടുന്ന ആളാണ്. So you have a fighter here for you. If you choose to support me and you choose to make me your MP, I will not disappoint you. I will raise your voice on every platform. നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പോരാളിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു പോരാളി ഇവിടെയുണ്ട്. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും എല്ലാ വേദികളിലും ഞാൻ ഉയർത്തും. നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തുകയില്ല. But you have already accepted me as your family, and you are, as I said, my sisters and brothers. So I have already dedicated myself, and I want you to know that I will be committed to you for the rest of my life. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ ഉൾക്കൊണ്ടു, നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സേവനത്തിൽ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ കാലവും നിങ്ങളോട് പ്രതിബദ്ധതയുള്ളവളായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. Thank you for all the love you have given me and all the respect you are giving me. I will not let you down. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. Thank you. നന്ദി. പ്രിയപ്പെട്ടവരെ, ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയകവാടത്തിൽ കരങ്ങൾ വെച്ച് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്ഥാനാർത്ഥിയെ കാണാൻ അഭിവാദ്യം ചെയ്യാൻ കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും.